എല്ലാ പ്രവർത്തകർക്കും നമസ്കാരം. നമുക്കറിയാം, നരേന്ദ്രമോദിജി ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വന്നത് 2014 ആ സമയത്ത് ഡിസംബർ മാസത്തിൽ നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാവുന്ന വിധത്തിൽ അത്രയ്ക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഇൻ്റർനാഷണൽ യോഗ ഡേ. അതിൻ്റെ ആവിർഭാവം നമുക്കറിയാം, പതഞ്ജലി മഹർഷിയുടെ കണ്ടുപിടുത്തമായിരുന്നു യോഗ. അപ്പോൾ നമ്മൾ 5000 വർഷങ്ങൾ പഴക്കമുള്ള ഭാരതീയ സംസ്കാരത്തിന് അംഗീകാരം 2014 ഡിസംബറിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയാണ്. യോഗ ഡേ ആയിട്ട് ജൂൺ 21 യോഗ ഡേ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം നമുക്കറിയാലോ. പ്രതിപക്ഷ പാർട്ടികൾ പോലും അന്ന് വളരെ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചു. ഭാരതത്തിലെ ലോകം മുഴുവൻ യോഗ ഡേനെ പറ്റി ചർച്ച ചെയ്തു. യോഗ എന്താണെന്നറിയാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചു. ഇപ്പോൾ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യോഗ വളരെ പ്രസിദ്ധമാണ്. നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി യോഗ എന്ന് നമ്മളൊന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം എത്രമാത്രം രാജ്യങ്ങളിലാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും ഇപ്പോൾ അത് ഒരു പാഠ്യ വിഷയമായി കഴിഞ്ഞു. ഭാരതത്തിൽ നമുക്കറിയാം, ചില യൂണിവേഴ്സിറ്റികളിൽ നിർബന്ധ വിഷയമാണ് യോഗ. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്മൂത്ത് ഫങ്ഷനിങ്, മനസ്സും നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ എല്ലാം താളം തെറ്റും. മനസ്സ് താളം തെറ്റിയാൽ ശരീരം താളം തെറ്റും, ശരീരം താളം തെറ്റുമ്പോൾ മനസ്സും തെറ്റും. ഇത് സന്തുലിതമായിട്ട് പോകാനുള്ള എല്ലാ മന്ത്രങ്ങളും രഹസ്യങ്ങളും അതിൻ്റെ ക്ലാസ്സും ഒക്കെ എടുക്കാനാണ് ഇവിടെ നമുക്ക് നല്ലൊരു ട്രെയിനറെ കിട്ടിയിട്ടുണ്ട്. അവർ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡാണ്. നമുക്കറിയാം, ശ്രീ രവിശങ്കർ ആണ് അവരുടെ ഗുരു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മനസ്സിൻ്റെ സ്വാസ്ഥ്യം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന യോഗ ചര്യകളാണ് ശ്രീ രവിശങ്കറിൻ്റെ ഗുരുജിയുടെ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് പേര് അതിലൊക്കെ അറ്റൻഡ് ചെയ്തവരുണ്ടാവാം. എന്തായാലും നമുക്കത് ഇന്ന് ഒന്ന് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ദിവസവും യോഗ നമ്മുടെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരാം. ഭാഗ്യവതി ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭാഗ്യവതി ചേച്ചിയുടെ മാര്യമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ യോഗ വേണ്ടി വരില്ല. കാരണം അത്രയ്ക്കധികം മൂവ് ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാർ. പക്ഷെ ഇന്നത്തെ ജീവിതശൈലി അങ്ങനെയല്ലല്ലോ. നമ്മുടെ ജീവിതശൈലി മാറി. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ലേശം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയകളൊക്കെ കൂടുതൽ വന്നപ്പോൾ ടി വിയിലോ മൊബൈലിലോ നോക്കിയിരിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ മാറിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ആഹാരത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ യോഗ നമ്മുടെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവരുടെ ക്ലാസ്സിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗ ഡേ മഹിളാ മോർച്ചയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ യോഗ ഡേ ഇന്ന് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടുത്തായിട്ട് നമ്മൾക്ക് യോഗനെ കുറിച്ച് പറഞ്ഞു തരാനും അത് നമുക്ക് കുറച്ച് യോഗ ഇവിടെ കാണിച്ചു തരാനും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ബേസിക് വിവരം നമ്മൾക്ക് നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ട്രെയിനർ കൂടിയായ രേഖ കെ മേനോനെ സ്വാഗതം ചെയ്തു. പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം സമ്പൂർണ്ണ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. മേഖലാ ഉപാധ്യക്ഷൻ വിജയ് തോമസ്, തൃശ്ശൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റുമാരായ രൂന സി മേനോൻ, വിപിൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ യോഗ ദിനത്തിൽ പങ്കെടുക്കാൻ BDJSന്റെ സംസ്ഥാന ഭാരവാഹിയായ ഇന്ദിര ടീച്ചറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇന്നത്തെ യോഗാ ദിനം എല്ലാവരും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് വീട്ടിലായാലും നിങ്ങൾക്ക് തിരക്കുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഒഴിവ് കണ്ടിവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്നായി കഴിയില്ലേ?
നമ്മുടെ പ്രിയങ്കരിയായ ഭാഗ്യശ്രീനെ BVVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റി. ഇതുപോലെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് മാത്രമാണ് ഞാൻ നേരത്തെ അറിയായിക്കൊണ്ടത്. ഒരുപാട് സന്തോഷം. നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് ഇരിക്കണം എല്ലാവരും? എന്തിനാണ് യോഗ ചെയ്യണം? നമ്മൾ വെറുതെ ഞാൻ ഇവിടെ വന്ന് കുറെ കസർത്ത് കാണിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. നമ്മൾ തമ്മിലൊരു ഇന്ററാക്ഷനാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ കേട്ടു, അങ്ങനെയല്ല. അപ്പൊ എന്തിനാണ് യോഗ ചെയ്യണം? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാം അറിയാം, ഞാൻ ഒന്നും പറയണ്ട. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ അതിൽ ശരീരം മാത്രമല്ല, മനസ്സുകളും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നം മനസ്സാണ്, അല്ലേ? ഇന്നത്തെ കാലഘട്ടം എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മള് മനസ്സ് ശാന്തമായിരുന്നാലേ നമ്മള് സമാധാനം പറയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സൊക്കെ വേറെ എവിടെയൊക്കെയാണ്, അല്ലേ? ചിലപ്പോൾ ഭക്ഷണം വെച്ചിട്ടുണ്ടാവില്ല, വീട്ടിൽ നിന്നിട്ട് വേണ്ടത് കഴിഞ്ഞിട്ട് വേണ്ടത് വീട്ടിൽ പോയി ബാക്കിയുള്ള പണിയെടുക്കാൻ, ഇല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? നമ്മൾ മനുഷ്യരാണ്, നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ അവിടെയാണ് യോഗയുടെ പ്രസക്തി വരെ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ, നമ്മളിത് ഡെയിലി ചെയ്യുമ്പോൾ എന്താണ് ശരീരത്തിന് സംഭവിക്കുന്നത്? മനസ്സിന് സംഭവിക്കുന്നത്. യോഗ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ശാസ്ത്രത്തെ പതഞ്ജലി മഹർഷിയാണ് നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നത്. പതഞ്ജലി മഹർഷി പറയുന്നത് യോഗ എന്ന് പറയുന്ന വാക്ക് അർത്ഥം ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ അലകളെ അടക്കണം, അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? അപ്പൊ നമ്മുടെ ആ മനസ്സിന്റെ അലകൾ അടങ്ങുമ്പോൾ എന്തായി? നമ്മൾ കാമാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിലും പെർഫെക്ഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും വരിക. യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവും. ഭയങ്കര ബോൾഡ് ആയിരിക്കും ഒരു ഭയങ്കര എനർജറ്റിക്കാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാ പറയോ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ. അതിൽ വലിയൊരു ഉദാഹരണം വേറെ പറയാനില്ല. കാരണം ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ നല്ലൊരു സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും സപ്പോർട്ടീവായിട്ട് യോഗ, അതായത് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ 2014 ഡിസംബറിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുടെ വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത്. അവരുടെ വലിയൊരു സങ്കല്പമാണ് അവിടെ വർക്ക് ചെയ്തത്. നമുക്ക് നടത്തിയെടുക്കാൻ പൊസിഷൻ വേണ്ടേ, അല്ലേ? നടത്തിയെടുക്കാൻ ഒരു പൊസിഷൻ വേണം. അപ്പൊ ആ പൊസിഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നു. അങ്ങനെ നമ്മൾ 2015 ജൂൺ 21 നമ്മൾ യോഗ ഡേ സെലിബ്രേറ്റ്. അത് വേൾഡ് മുഴുവൻ അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നത്? നല്ലതിനെ എപ്പോഴും അംഗീകരിക്കും. അതിനി എത്ര വേണ്ട എന്ന് പറഞ്ഞാലും അവസാനം അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അപ്പൊ അത് എന്തുകൊണ്ടാണ് ജൂൺ 21? എത്രയോ ദിവസങ്ങളുണ്ട്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്തുകൊണ്ടായിരിക്കും ജൂൺ 21 തന്നെ തെരഞ്ഞെടുത്തത്? അതായത്
പകല് കൂടുതലുള്ള ദിവസം, ഒരു വർഷത്തിൽ ഏറ്റവും പകല് കൂടുതൽ നിൽക്കുന്ന ദിവസമാണ് ജൂൺ 21. അതുകൊണ്ടാണ് യോഗ ഡേ അന്നൊക്കെ എടുത്തത്. കാരണം രാത്രി വരെ പരിപാടി അല്ലേ, സൂര്യന് ആ പകല് കൂടുതലുള്ളത് കൊണ്ട്. അത് കിട്ടാൻ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചു നോക്കണം. അപ്പോഴാണ് മനസ്സിലാവുക ശ്വാസവും മനസ്സും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മുടെ ഇമോഷൻസ് മാറുമ്പോൾ നമ്മുടെ ശ്വാസതാളം മാറാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ദേഷ്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ശ്വാസം? സ്പീഡിലായിരിക്കും. സങ്കടം വരുമ്പോഴോ നേരത്തെ ശ്വാസമാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമ്മളൊരു വണ്ടി ഇടിക്കാൻ വന്നു, അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? കൂടാനൊന്നും നേരം കിട്ടില്ല അവിടെ. വണ്ടി ഇടിക്കാൻ വരുമ്പോ അവിടെ കൂടാനൊന്നും സമയം കിട്ടില്ല. അപ്പൊ എന്താ പറയാ, എന്റെ ശ്വാസം ഇല്ലേ പറയില്ല, നമ്മള് ശ്വാസം നിന്നുപോയി, ഒറ്റടി അവിടെ ഹോൾഡ് ചെയ്യാണ്. മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ ഉള്ളില് സ്വയം നടക്കണതാ. അപ്പൊ നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ശ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവര് തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇമോഷൻസ് മാറുമ്പോൾ നമ്മുടെ ശ്വാസതാളം മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസതാളത്തെ ശ്രദ്ധിച്ചാൽ, അതിനെ നമ്മൾ നമ്മളുടെ രീതിക്ക് ശ്വസിച്ചാൽ എന്തുണ്ടാവും? ഇമോഷൻസ് നമ്മുടെ വരുതിയിലെത്തും. ഉറപ്പായിട്ടും കിട്ടില്ലേ? കിട്ടുമോ? എത്തണ്ടേ? ഒരു ബാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? സംശയം ഉണ്ടോ? അതിനാണ് ശ്വാസം ശ്രദ്ധിക്കാൻ വരണം. നമ്മളിപ്പോ കുറച്ച് യോഗ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാണായാമം എന്താണ്? നമ്മുടെ പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സട്ടിൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ. ആ ഊർജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്യാണ് പ്രാണായാമം ചെയ്യണത്. അപ്പോൾ ആ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെ 30% നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. വെറുതെ ശ്വസിക്കുന്നുണ്ട്, വിടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ ശ്വാസത്തെ കൂടുതൽ ശ്രദ്ധിച്ച് പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജി ലെവൽ കൂടും. നമ്മുടെ എനർജി ലെവൽ കുറയണോണ്ടാണ് നമ്മളെപ്പോഴും ഒരു ഡിപ്രഷൻ, സാഡ്നെസ്സിലേക്ക് പോകണം. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. സൂയിസൈഡൽ ടെൻഡൻസി വരെ വരുന്നത് അതാണ് കാരണം. ഒരു നിമിഷത്തെ ഒരു പ്രാണയുടെ കുറവ്, നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീലിങ്സാണ് ഉള്ളിൽ വരിക? എന്തൊക്കെ വരും നമ്മുടെ ഉള്ളിൽ? നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം അതാണ് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ? ഒന്നും വരില്ലേ? പിന്നെ എന്തൊക്കെ പണി ഇതാ നേരത്തെ ഇപ്പൊ മനസ്സിലേക്ക് നോക്കാനാണ് പണി. പറഞ്ഞോ. പാട്ട് കേൾക്കാൻ തോന്നും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്പലത്തിൽ പോകും. പിന്നെ നടക്കാൻ പോകും. അല്ല, മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എങ്ങനെയായിട്ട് ഇരിക്കുന്നുണ്ടാവുക? നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോ ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ, ഇല്ലേ? നമ്മൾ ഭയങ്കര, നമുക്ക് എന്തും ചെയ്യാനുള്ള തോന്നലായിരിക്കും. നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും, കാണുന്നവരോടൊക്കെ. ഇതെല്ലാം കഴിഞ്ഞു, പണികളെല്ലാം കഴിഞ്ഞു, വൈകുന്നേരം സമയമാവില്ലേ? അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴാണ് നമ്മുടെ ദേവിയുടെ ഭാവങ്ങളൊക്കെ വരിക, അല്ലേ? വാട്സപ്പില് ഇതായിട്ട് വരുന്നതാണെങ്കിലും, അല്ലേ? വാട്സപ്പിൽ കണ്ടിട്ടില്ലേ? നമ്മളെ കളിയാക്കിയിട്ടാണ് വരിക. അതായത് നവരാത്രി സമയത്ത് 9 ഭാവം. അഭിമാനത്തോടെ പറയണം, അത് തന്നെയാണ്, ആ ഭാവങ്ങൾ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മളെല്ലാവരെയും ഓരോ, അല്ലേ? പ്രകൃതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു നാരീശക്തിയോടെ വെച്ചത്. അപ്പോ നമ്മൾ മറ്റേ ടോം ആൻഡ് ജെറിയിൽ ടോം പോണ കണ്ടിട്ടില്ലേ? ഇതൊക്കെ പിടിച്ചിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരവ് കണ്ടിട്ടുണ്ട് ആൾക്കാർ. നമ്മൾ വാച്ച് ചെയ്യാൻ നല്ല രസമാണ്. നിന്ന് നോക്കി നോക്കുക, അവരുടെ വരവ് കണ്ടാലില്ലേ നമുക്ക് വിഷമവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോം ആൻഡ് ജെറിയിൽ ടോം പോണ കണ്ടിട്ടില്ല? ഒരു വടിയിൽ മറ്റേ കിഴിയൊക്കെ പിടിച്ചിട്ട് അതുപോലെ ക്ഷീണിച്ച്. അപ്പൊ എന്താ അറിയോ, നമ്മുടെ പ്രാണയുടെ അളവ് കുറഞ്ഞു. അപ്പൊ നമ്മളെങ്ങനെ ഇത് നമുക്ക് നിലനിർത്താൻ പറ്റണില്ല. അതാണ് പ്രശ്നം. അതിനാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറയുന്നത്. നമ്മൾ രാവിലെ ഇതെല്ലാം ചെയ്തിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എന്താണെന്നറിയോ, ഫുൾ എനർജറ്റിക്. അതാ ഞാൻ അതിൽ വലിയൊരു ഉദാഹരണം ഇനി പറയാനില്ല. സമയം
എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. നമ്മളെല്ലാവരും പറയും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തത്. ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ. ആൾക്ക് സമയമുണ്ട് ചെയ്യാൻ, നമുക്ക് സമയമില്ല അല്ലേ. നമ്മളെന്താ പറയുക, അതിന് ആ വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ്. അതെന്താ പറയുക വാല്യൂ കൊടുക്കണം, അതിനല്ല വാല്യൂ കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണം വേണ്ടേ. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്, നമ്മളിലാണ് മാറ്റം വരേണ്ടത്. നമ്മൾ ഓരോരുത്തരും യോഗയും പ്രാണായാമവും ധ്യാനവും പരിശീലിക്കുമ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് അറിയോ, നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബവും മാറും, അങ്ങനെ നമ്മുടെ സമൂഹം മാറും. അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാവേണ്ടത്, രാഷ്ട്ര വളർച്ച. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം നമ്മളിലാണ് മാറ്റങ്ങൾ വരുന്നത്. ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഗുരുദേവ് പറയും, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്, സ്ട്രെസ് ഫ്രീ മൈൻഡ്, വയലൻസ് ഫ്രീ സൊസൈറ്റി. ആകുലതകളില്ലാത്ത മനസ്സുണ്ടെങ്കിലേ നമുക്ക് വയലൻസ് ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലേ. ഈ ആകുലതകൾ ഉള്ളത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്യണത്, അത് അവരുടെ കുഴപ്പമല്ല. അതെന്ത് വേണം, നമ്മൾ ആകുലതകളില്ലാത്ത മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വഴിയാണ്. ഒരു ജൂൺ 21 എന്ന് പറയുന്ന ഒരു ദിവസം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല യോഗ. കാരണം നമ്മൾ പോസ്റ്റൊക്കെ വെച്ച് ഭയങ്കര ഗംഭീരമായിട്ട് അതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവസാന ശ്വാസം വരെ കൊണ്ടുപോകണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കാണാം, നമ്മുടെ വ്യക്തിത്വം കൂടിയാണ് അവിടെ വികസിക്കണം. അതിന് കുറച്ച് ധൈര്യം വേണം ദിവസവും ചെയ്യണമെങ്കിൽ. ചാലഞ്ച്, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അങ്ങനെ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ. അങ്ങനെയല്ലേ, അതിനല്ല എല്ലാവരും ഇരിക്കണേ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. കണ്ണുകൾ അടച്ചു വയ്ക്കുക, നട്ടെല്ല് നിവർത്തി വയ്ക്കുക, സുഖമായിട്ടിരിക്കുക, ചമ്രം പടിഞ്ഞിരിക്കുക. ഇതിങ്ങനെ ഇരിക്കുന്നതിന് സുഖാസനം എന്നാണ് പറയുക. സുഖമായിട്ടിരിക്കുക, നട്ടെല്ല് നിവർത്തി, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തു വിടാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുത്തു, വളരെ സാവധാനം ശരീരത്തിന് ദീർഘശ്വാസം അകത്തേക്ക് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നട്ടെല്ലിൻ്റെ അടിഭാഗം മുതൽ തലയുടെ മുകൾ ഭാഗം വരെ ശ്രദ്ധിച്ചുകൊണ്ട് ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുന്നു. സാവധാനം കണ്ടിന്യൂ. അതുപോലെ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നട്ടെല്ലിൻ്റെ അടിവശം മുതൽ തലയുടെ മുകൾ ഭാഗം വരെ ശ്രദ്ധിച്ചുകൊണ്ട് ജോയിനിങ്. ശരീരവും ശ്വാസവും മനസ്സും തമ്മിലുള്ള കൂടിച്ചേരലാണ്. അപ്പം നമ്മൾ യോഗ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. നമ്മുടെ ബോഡി കപ്പാസിറ്റിയിൽ മാത്രമേ ചെയ്യാവൂ. ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, അയാൾ നന്നായി ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ശ്രദ്ധ അതിലല്ല. എവിടെയാണ് നമ്മുടെ ശ്രദ്ധ? നമ്മളിലാണ്. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണോ അതനുസരിച്ചേ ചെയ്യാവൂ. നമ്മുടെ കൈ ഇത്രയും പൊക്കാൻ പറ്റില്ലെങ്കിൽ അത്രയും പൊക്കാവൂ, വേദന കൊണ്ട് പൊക്കരുത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനെ അവിടെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റണം. അപ്പോഴാണ് യോഗ ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുക. റെഡി? ചെയ്യാം.
നമുക്ക് വെറുതെ നടക്കാം കുറച്ച് സമയം. രാവിലെ നടന്നതാണ് എല്ലാവരും. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കും. ഇനിയേ നമ്മുടെ ബാക്കിലൊരു പട്ടി ഓടിച്ചിട്ടു. അപ്പൊ എങ്ങനെ ഓടും? ആ ഇതിന് 10 ഓടിക്കുന്ന പട്ടി ഓടിക്കില്ലേ? സ്ലോ ഡൗൺ പതുക്കെ പതുക്കെ നിർത്താവും. പെട്ടെന്ന് നിർത്താം. ഇങ്ങനെ സന്തോഷമായിട്ട് സങ്കടപ്പെട്ട് ഗൗരവത്തിലുള്ളത്. ശ്വാസം എടുക്കുക, പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും. ഈ താഴെറോട് എത്തിക്കഴിയുമ്പോൾ പതുക്കെ നേരെ വരും. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. ഷോൾഡറിൽ നമ്മളെങ്ങനെ പിടിക്കും. ആ മുഖത്ത് പാടില്ല ഭാവം. മുഖത്ത് ചിരിച്ചിട്ട് നമ്മൾ കയ്യിൽ മാത്രം നല്ല വിരലൊക്കെ വിടർത്തി പിടിക്കാം. ഇത് നന്നായി സ്ക്വീസ് ചെയ്യും. ശ്വാസം പിടിക്കും. ഫാസ്റ്റായിട്ട് ചെയ്യും. പോലെ നന്നായി സ്ക്വീസ് ചെയ്യും. ഇവിടെ നോക്കി ഇരിക്കാൻ പറ്റും. തിരിച്ച് കൂടെ ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശം ശ്രദ്ധിച്ചില്ലേ ബാക്കി റൊട്ടേറ്റിംഗ്. വലതുവശത്ത് കൂടെ വലിയ വൃത്തം വരയ്ക്കാം. അതുപോലെ ഇടതുവശത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും? കൂടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കാലിന്റെ കുത്തി പൊക്കണം. സ്ട്രെച്ച് ദീർഘശ്വാസം എടുക്കുക. ഉള്ളിലേക്ക് ഇൻ ഔട്ട് ഇൻ. ഓരോ മാറ്റങ്ങളെയും ശ്രദ്ധിക്കും. അതാണ് അത്രയും സമയം ഇരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചതിൽ. നിവേദിത ചേച്ചിയോടും ജാൻസി എന്നെ വിളിച്ചത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും. ചേച്ചി എനിക്ക് നന്നായി അറിയാം. സമ്പൂർണ്ണ ചേച്ചി എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം. അപ്പോൾ ചേച്ചിയോടും ഒരുപാട് നന്ദി. കാരണം ചേച്ചിയുടെ കൂടെ ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റി എനിക്ക്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഒരിക്കലും നമ്മൾ പിരിയണില്ല. ഒരു തുടക്കമാവട്ടെ യാത്ര. ഇനി നമ്മൾ കാണും അല്ലേ? കാണണ്ടേ? തീർച്ചയായിട്ടും കാണും. ഒരുപാട് സന്തോഷം എല്ലാവരോടും. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മനസ്സുകൊണ്ടാക്കി വരും.